പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. ജീവിക്കുമ്പോൾ ശ്രീമാൻ, ചത്തു കഴിഞ്ഞാൽ ബോഡി, കത്തിത്തീർന്നാൽ എല്ലാം ചാരം, ആരിത് കാണുന്നു ജഗത്തിൽ. ചുരുങ്ങിയ വരികളിലൂടെ ജീവിതത്തിന്റെ പൊരുളും ഭൗതികമായ അസ്തിത്വത്തിന്റെ പരിണാമവും വ്യക്തമാക്കുന്ന ഒരു ദാർശനിക കവിതയാണിത്. ഓരോ മനുഷ്യന്റെയും യാത്രയുടെ 3 ഘട്ടങ്ങളെ ഈ കവിത അടയാളപ്പെടുത്തുന്നു. പദവിയുള്ള ജീവിതം, പേരുമായുന്ന മരണം, ശേഷിക്കുന്ന ചാരം. ജീവിക്കുമ്പോൾ ശ്രീമാൻ എന്ന ആദ്യ വരി ഈ ലോകത്തിൽ ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന സ്ഥാനമാനങ്ങളെയും പദവികളെയും സൂചിപ്പിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ധനികനായാലും അധികാരിയായാലും സാധാരണക്കാരനായാലും അയാൾ സമൂഹത്തിൽ ഒരു പേരിനും പദവിക്കും ഉടമയാണ്. ശ്രീമാൻ എന്നത് ആദരവിന്റെയും അധികാരത്തിന്റെയും സ്ഥാനത്തെയാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. ഈ ലോകം ആ വ്യക്തിയുടെ സ്ഥാനത്തെയും ധനത്തെയും മാനിക്കുന്നു. എന്നാൽ ഈ ഭൗതികമായ മതിപ്പുകൾക്ക് മരണത്തോടുകൂടി അന്ത്യം കുറിക്കുന്നു. ചത്തുകഴിഞ്ഞാൽ ബോഡി എന്ന വരി ആ സത്യത്തെ നിഷ്കരുണം ഓർമ്മിപ്പിക്കുന്നു. ജീവൻ വെടിഞ്ഞ നിമിഷം അയാൾ വഹിച്ചിരുന്ന സ്ഥാനമോ പേരോ അപ്രസക്തമാകുന്നു. ഒരു ശ്രീമാൻ എന്ന പദവി മാറി പേര് പോലും പലപ്പോഴും ഒഴിവാക്കി അത് വെറും ശരീരം അഥവാ ബോഡിയായി മാറുന്നു. അത്രയും കാലം സ്വന്തമെന്ന് കരുതിയിരുന്ന ശരീരത്തിൽ നിന്ന് ആത്മാവ് വിടവാങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് അത് കൈകാര്യം ചെയ്യേണ്ട ഒരു ഭൗതിക വസ്തുവായിത്തീരുന്നു. അവസാനമായി കത്തിത്തീർന്നാൽ എല്ലാം ചാരം എന്ന തിരിച്ചറിവിലേക്ക് കവി നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. മരണാനന്തരമുള്ള അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം പദവിയുണ്ടായിരുന്ന ശ്രീമാനും ജീവനറ്റ ബോഡിയും ഒടുവിൽ ഒരു പിടി ചാരമായി രൂപാന്തരപ്പെടുന്നു. ഈ ചാരത്തിന് യാതൊരു സ്ഥാനമാനങ്ങളോ ധനമോ പദവിയോ ഇല്ല. ഇവിടെ എല്ലാവരും തുല്യരാണ്. ജീവിതത്തിൽ സമ്പാദിച്ചതും അഹങ്കരിച്ചതുമായ സകലതും ചാരമാകുന്നതോടെ ഇല്ലാതാകുന്നു. ആരിത് കാണുന്നു ജഗത്തിൽ എന്ന ചോദ്യം ദാർശനികമായ ഒരു വെല്ലുവിളിയാണ്. ജീവിതത്തിന്റെ ഈ പരമമായ സത്യം ലോകം തിരക്കിട്ട് ഓടുന്നതിനിടയിൽ ആര് ഓർമ്മിക്കുന്നു? ക്ഷണികമായ നേട്ടങ്ങൾക്കും പദവികൾക്കും വേണ്ടി നെട്ടോട്ടമോടുന്ന മനുഷ്യൻ തന്റെ അന്ത്യം വെറും ചാരത്തിൽ ഒതുങ്ങുമെന്ന് എത്ര പേർ തിരിച്ചറിയുന്നു? ഈ ചോദ്യം ഭൗതിക സുഖങ്ങൾക്കപ്പുറം ജീവിതത്തിന് ഒരു ആത്മീയമായ അർത്ഥം കണ്ടെത്താനും വിനയത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കുവാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതെ, ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിതം അത് ശ്രേഷ്ഠമാക്കണമെന്നും ജീവിതത്തിലെ ഒടുവിൽ നാം എല്ലാം ഒരു പിടി ബസിതം മാത്രമാണെന്നുള്ള സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. പ്രിയ സൗഹൃദങ്ങളെ, ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു പ്രഭാത ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.